ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാലി സ്ക്രീനിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ ടാലി സ്ക്രീനിൽ നമ്മൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു: ടൈറ്റിൽ ഏരിയ, വർക്ക് ഏരിയ, ബട്ടൺ പാനൽ ആൻഡ് കാൽക്കുലേറ്റർ ഏരിയ. അല്ലെ, അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കമ്പനി ക്രിയേഷൻ അതുപോലെ തന്നെ കമ്പനി ക്രിയേറ്റ് ചെയ്തത് എങ്ങനെ ഷട്ട് ചെയ്യാം, എങ്ങനെ ഓൾട്ടർ ചെയ്യാം, എങ്ങനെ സെലക്ട് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി ടാലി സ്ക്രീൻ ഓപ്പൺ ചെയ്യാം. ടാലി സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്പനി ക്രിയേഷൻ അല്ലെങ്കിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബട്ടൺ പാനലിൽ ഇവിടെ F3 എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. F3 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് കമ്പനി ഉണ്ട്, ഓൾട്ടർ കമ്പനി ഉണ്ട്, സെലക്ട് കമ്പനി ഉണ്ട് ആൻഡ് ഷട്ട് കമ്പനി ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് വേണ്ടുന്നത്? ക്രിയേറ്റ് കമ്പനിയാണ് അല്ലെ. ഇവിടെ താഴെ നിങ്ങൾ ABC ട്രേഡേഴ്സ്, ട്രയൽ ബാലൻസ് എന്നൊക്കെ കാണുന്നുണ്ടാകും. അതായത് ഓൾറെഡി ആക്ടിവേറ്റ് ആയിട്ടുള്ള, ഓൾറെഡി ആരോ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള കമ്പനീസ് ആണ് ABC ട്രേഡേഴ്സും ട്രയൽ ബാലൻസും എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം ക്രിയേറ്റ് കമ്പനി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു. ഇതാണ് കമ്പനി ക്രിയേഷൻ വിൻഡോ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എന്താണ് കമ്പനീന്റെ നെയിം ആണ് ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെ. കമ്പനിന്റെ പേരായിട്ട് നമുക്ക് ഇവിടെ XYZ ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയുടെ പേര് കൊടുക്കാം. അതിനുശേഷം മെയിലിംഗ് നെയിം, നമുക്ക് മെയിലും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വരാനുള്ള ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അഡ്രസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, കൊടുത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് കൊടുക്കേണ്ട കാര്യം എന്താണ്? കേരള സ്റ്റേറ്റ് കൊടുക്കുക അല്ലെ. കേരള എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ പിൻകോഡ്, ടെലിഫോൺ അതൊന്നും ടൈപ്പ് ചെയ്യണം നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നമുക്ക് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം. ഓക്കെ, ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ ഫസ്റ്റ് April 2025 എന്ന് പറയുന്ന ഡേറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ ഏത് ഇയർ ആണോ തന്നിരിക്കുന്നത് ആ ഇയർ ആണ് അവിടെ കൊടുക്കേണ്ടത്. കമ്പനി മെയിൻ ആയിട്ട് നമുക്ക് ഏപ്രിലും സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ ജാനുവരിയിലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ തൽക്കാലം കമ്പനി ഒരു 2020 എന്നുള്ള നിലയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലെ. ഫസ്റ്റ് April 2020 കൊടുക്കാം. സെയിം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? താഴെയും കൊടുക്കണം. ബുക്ക് ബിഗിനിങ് ഫ്രം ഫസ്റ്റ് April 2020. അപ്പൊ നമ്മളിവിടെ മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ്? കമ്പനിയുടെ നെയിം കൊടുക്കുക, അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം സെയിം തന്നെ കൊടുക്കുക, ബുക്ക് ബിഗിനിങ് ഫ്രം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു ഫസ്റ്റ് April 2020 എന്ന് പറഞ്ഞാണ് കൊടുത്തത്. രണ്ടും സെയിം തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും. ഇനി അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. സേവ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻ്റർ അടിച്ചു, ആക്സെപ്റ്റ് ചെയ്തു അല്ലെ. അപ്പൊ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റഡ് സക്സസ്ഫുൾ, നമ്മളെ കമ്പനി XYZ എന്ന് പറയുന്നത് കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ വേണ്ടി പറ്റും. XYZ ലിമിറ്റഡ് കമ്പനി അല്ലെ. അപ്പൊ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. എന്താണ് മെയിൻറ്റെയിൻ അക്കൗണ്ട്സ്, ഇനേബിൾ ബിൽ വൈസ് എൻട്രി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിനു മുന്നേ നമുക്ക് ഇവിടെ ഷോർട്ട് കീ ആയിട്ട് ഒന്നിക്കൽ നമുക്ക് എന്താണ് എൻ്റർ അടിച്ച് സേവ് ചെയ്യാം. അല്ലെങ്കിൽ സേവ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+A ആണ് കേട്ടോ. Ctrl+A. അപ്പൊ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾക്ക് കമ്പനി കാണിക്കുന്നുണ്ട്. എന്താണ്? ഈ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് XYZ എന്നുള്ളൊരു കമ്പനീസിനെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനുശേഷം വരുന്ന എന്താണ്? ഇവിടെ ഓൾറെഡി ആരൊക്കെയോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ABC ട്രേഡേഴ്സ് ഉണ്ട്, ട്രയൽ ബാലൻസ് ഉണ്ട്. നമുക്ക് അതിന് രണ്ടിനും ഷട്ട് ചെയ്യണമല്ലോ. അതായത് ഇവിടെ തൽക്കാലം നമുക്ക് ഈ ഒരു വിൻഡോ അവരെ ഒന്ന് റിമൂവ് ചെയ്യണം. ആ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ കണ്ടോ. കമ്പനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ F3 സെലക്ട് ചെയ്തു. F3 സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ താഴെ കാണുന്നുണ്ടല്ലോ ഷട്ട് കമ്പനി എന്നുള്ള ഓപ്ഷൻ അല്ലെ. ഷട്ട് കമ്പനി എടുക്കുക. നമ്മൾ ABC ട്രേഡേഴ്സ് എന്നുള്ളത് എന്ത് ചെയ്തു? എൻ്റർ അടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ അവിടെ ABC ട്രേഡേഴ്സിന്റെ കമ്പനി എനിക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ ഒന്നും കൂടി എന്താണ് F3 അടിച്ചു. നമുക്ക് ഒന്നും കൂടി ഷട്ട് കമ്പനി സെലക്ട് ചെയ്തു. ട്രയൽ ബാലൻസ് എന്നുള്ള കമ്പനീനെ ഷട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള XYZ ലിമിറ്റഡ് കമ്പനി മാത്രം നമ്മളെ ലെഫ്റ്റ് സൈഡിൽ നെയിം ഓഫ് ദ കമ്പനീന്റെ സൈഡിലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ഓപ്ഷൻസ് ആണ് പഠിച്ചത്. കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചു, ഷട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചു. ഇനി ഒന്നുകൂടി നമുക്ക് എന്താണ് ഈ ഒരു റൈറ്റ് സൈഡിലുള്ള ബട്ടൺ പാനലിലുള്ള F3 എന്നുള്ള ഫീച്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു, കമ്പനി ക്രിയേഷൻ പഠിച്ചു, ഷട്ട് കമ്പനി പഠിച്ചല്ലേ. ഇനി ഓൾട്ടർ കമ്പനി എന്താണ്? ഈ ഓൾട്ടർ കമ്പനി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച കമ്പനിനെ എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതാണ് എന്ത് പറയുന്നത്? ഓൾട്ടർ കമ്പനി. നമുക്ക് ഓൾട്ടർ കമ്പനി സെലക്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മൾ XYZ ലിമിറ്റഡിന് എന്തെങ്കിലും എഡിറ്റിംഗ്സ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി?
ആ ഓൾട്ടർ കമ്പനിയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു XYZ ലിമിറ്റഡ് 2 ഡോട്ട് ഇടുകയും ചെയ്യുന്നുണ്ട് അല്ലെ, കുറച്ച് ഡോട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പുതിയൊരു കമ്പനീന്റെ പേര് എന്താണ്, XYZ ലിമിറ്റഡ് ഡോട്ട് 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 അല്ലെ, അതാണ് നമ്മൾ സേവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, Ctrl A അടിക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഈസി ആയിട്ട് സേവ് ചെയ്യാം. എൻ്റർ അങ്ങനെ അടിച്ചു പോവേണ്ട ആവശ്യമില്ല, Ctrl A അടിച്ചാൽ മതി. അപ്പൊ നമ്മൾ കമ്പനീന്റെ പേര് എന്തായിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എന്താണ്, സെലക്ട് കമ്പനി എന്നുള്ള ഓപ്ഷൻസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അഥവാ ഷട്ട് ഡൗൺ ആയി പോവോ അല്ലെങ്കിൽ കറണ്ട് പോവോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഓൾറെഡി ചെയ്ത് വെച്ച കമ്പനി നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചെയ്ത ഒരു ഡാറ്റയും മിസ്സായി പോവില്ല. നിങ്ങൾ എന്താണോ ചെയ്തു വെച്ചത് അതുവരെ ഇവിടെ എന്താണ് ടാലിയിൽ റെക്കോർഡ് ആയിരുന്നു. ആ സെലക്ട് കമ്പനി ഓൾറെഡി എന്താണ് ചെയ്തു വെച്ച കമ്പനി സെലക്ട് ചെയ്യാനാണ് സെലക്ട് കമ്പനി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, ഒരു കമ്പനി നമുക്ക് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം അല്ലെ. അതായത് ASD നമ്മൾ മുന്നേ ചെയ്തൊരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ഒരു ക്ലാസ്സിൽ ചെയ്തതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ മുന്നേ ചെയ്ത കമ്പനി ഇവിടുന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി അല്ലെ. അപ്പൊ ഞാൻ തൽക്കാലം ഇവിടുന്ന് ASD, ഇവിടെ നമുക്ക് ഓൾറെഡി എല്ലാവരും ചെയ്ത കമ്പനീസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് ഏതാണോ വേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാം. ഇതാണ് തൽക്കാലം ഞാനിപ്പോ ASD എന്നുള്ളൊരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്തു. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ എന്തായി, ലെഫ്റ്റ് സൈഡിൽ ASD എന്ന് പറയുന്ന കമ്പനി കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഓപ്ഷൻസ് ആയിട്ട് എന്ത് പഠിച്ചു, ക്രിയേറ്റ് കമ്പനി പഠിച്ചു, ഓൾട്ടർ കമ്പനി പഠിച്ചു, സെലക്ട് കമ്പനി പഠിച്ചു, ഷട്ട് കമ്പനി പഠിച്ചു. അപ്പൊ നമുക്ക് തൽക്കാലം XYZ മാത്രം മതിയല്ലോ, ASD നമുക്ക് ഷട്ട് ചെയ്യാം. ഷട്ട് കമ്പനി സെലക്ട് ചെയ്തു, ASD ഷട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് കമ്പനി ക്രിയേഷൻ, കമ്പനി ഓൾട്ടർ ചെയ്യുന്നത്, കമ്പനി സെലക്ട് ചെയ്യുന്നത്, കമ്പനി ഷട്ട് ചെയ്യുന്നത്. ഈ 4 ഓപ്ഷൻസ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പീരീഡ് ചേഞ്ച് ചെയ്യണം അല്ലെ. ഇപ്പൊ നോക്കി, നമ്മൾ 2020 നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. പക്ഷെ ഇവിടെ പീരീഡ് നോക്കിയേ, 1st January 2010 മുതൽ 31st December 2010 വരെ. അപ്പൊ നമുക്ക് പീരീഡ് ആദ്യം ചേഞ്ച് ചെയ്യണമല്ലോ. പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ നിങ്ങൾ, ഓൾട്ട് F2 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പീരീഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ക്രിയേറ്റ് കൊടുക്കാം 1st April 2020 മുതൽ 31st March 2021. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് എപ്പോഴാണ്, 2020 അപ്പൊ പിന്നെ പീരീഡ് എങ്ങനെ ആയിരിക്കണം, 1st April മുതൽ ഒരു വർഷത്തേക്കുള്ളതായിരിക്കണം പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പഠിച്ചു. കമ്പനി ക്രിയേഷൻ, കമ്പനി ഓൾട്ടറേഷൻ, ഷട്ട് കമ്പനി, സെലക്ട് കമ്പനി, ആൻഡ് ദെൻ എന്താണ്, പീരീഡ് ചേഞ്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കമ്പനി ക്രിയേറ്റ് ചെയ്ത സ്പോട്ട് തന്നെ എന്ത് ചെയ്യാം, ബാക്കിയുള്ള കമ്പനീസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഷട്ട് ചെയ്ത് വെക്കുക, നമ്മുടെ കമ്പനീനെ പീരീഡ് സെറ്റ് ചെയ്യുക. ഇതാണ് മറ്റൊരു ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ലെഡ്ജർ ക്രിയേഷനും അതേപോലെ തന്നെ വൗച്ചർ എൻട്രി ആണ് കേട്ടോ പഠിക്കാൻ വേണ്ടി പോകുന്നത്.